രണ്ടുപേരുടെ ജാതകം പരിശോധിച്ച പോലെ ആ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ശബരിമലയിൽ നിന്നും SIT സംഘം മലയിറങ്ങിയിരിക്കുന്നു. പരിശോധനയ്ക്കായി ഇളക്കിയെടുത്ത സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ച ശേഷമാണ് SIT സംഘം മടങ്ങിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ SIT സംഘം പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയും പരിശോധിച്ചു. ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ടാണ് ആ പരിശോധന നടന്നത് എന്ന് പറയുമ്പോൾ തന്നെ പുതിയ സർക്കാർ വന്നതിന് ശേഷം ബാക്കിയുള്ള മുഴുവൻ പ്രതികളെയും എത്രയും പെട്ടെന്ന് പൊക്കി അകത്തിടും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് സതീശൻ സർക്കാർ അധികാരമേറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ മാസപൂജയായ ഇന്നലെ തന്നെ അത് നടന്നത്. അപ്പോൾ അന്വേഷണ സംഘങ്ങൾ എത്തിയതും മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നതിന് ഒപ്പം തന്നെ എന്ന് പറയുമ്പോൾ ഈ സർക്കാരിന് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തം. സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസുകാർ പണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും വ്യക്തമാണ്. വളരെ വ്യക്തമായി നടത്തിയ പരിശോധനയിൽ കള്ളന്മാരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, അതുപോലെ അജികുമാർ എന്ന ദേവസ്വം ബോർഡ് അംഗവും ഈ രണ്ടുപേരെയാണ് പ്രധാനമായും ശ്രദ്ധിച്ചത്. പ്രശാന്തിന് SIT നോട്ടീസ് അയച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് വ്യക്തമാകുന്നു. അതുപ്രകാരം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും പിണറായി വിജയൻ്റെ വിശ്വസ്തനുമായ പ്രശാന്തിനോടും അതുപോലെ ബോർഡ് അംഗമായിരുന്ന അജികുമാറിനോടും ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു. ഹൈക്കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോയ സംഭവത്തിലാണ് അന്വേഷണം നടക്കാൻ പോകുന്നത്. ഇതെല്ലാം ദേവസ്വം ബോർഡിൽ പ്രധാനപ്പെട്ടവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാകുമ്പോൾ മോഷണം എന്ന് പറഞ്ഞാൽ അത് മുൻ മുഖ്യമന്ത്രി വരെയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളും ഇതിൽ നിന്ന് ലഭിക്കുന്നു. 2025 അതായത് പ്രശാന്ത് പ്രസിഡന്റായ സമയത്തുള്ള ഇടപാടുകളും അത് അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളെല്ലാം. അതിനിടെയാണ് കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കാൻ SIT ശബരിമലയിലെത്തിയത്. പ്രഭാമണ്ഡലത്തിൽ നിന്നടക്കം സാമ്പിളുകൾ ശേഖരിച്ച് ശാസ്ത്രീയമായ പരിശോധനയ്ക്കായി അയക്കുന്നുണ്ട്. അതിൻ്റെ ഫലം വരുന്നതോടെ പ്രമുഖർ ആരാണെന്നുള്ള കണ്ടെത്തലുകളും ഏറെക്കുറെ ഉറപ്പാകും, കണ്ടുപിടിക്കും എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ അന്വേഷണത്തിൽ PS പ്രശാന്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ കോടികൾ കടത്തിയ കള്ളന്മാരിൽ സമാനമായ പലരും ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നത് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നില്ലെങ്കിലും അതുതന്നെയാണ് നൽകുന്ന സൂചന. അതായത് പ്രശാന്തിനെ മുഴുവൻ നിയന്ത്രിച്ചത് ദേവസ്വം മന്ത്രിയായിരുന്ന വാസവൻ എന്നാണ് പറയുന്നത്. ഏതായാലും വാസവനെയും കടകംപള്ളി സുരേന്ദ്രനെയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമെന്നുള്ളത് കൊണ്ട് അതിന് താഴെയുള്ള പ്രശാന്തിനെ ഹാജരാകാൻ പറഞ്ഞതോടെ അതിൻ്റെ സൂചനകളും എല്ലാവർക്കും ലഭ്യമായി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മൊഴി അനുസരിച്ചായിരിക്കും ഇതിൽ പോലീസിന് ഇനി കൂടുതൽ ചെയ്യാനുള്ളത്. പോലീസിന് അഭിമാനിക്കാനും ഏറെ വകയുണ്ട്. ഏതായാലും ഇതൊരു വലിയ ചുവടുവെപ്പാണ്. ഒരുപക്ഷെ മുൻ മുഖ്യമന്ത്രിയിലേക്ക് വരെ എത്താവുന്നൊരു സാഹചര്യം നിലനിൽക്കെ തന്നെ ഈ അന്വേഷണത്തെ വളരെ ശ്രദ്ധാപൂർവമാണ് വിശ്വാസികൾ നോക്കിക്കാണുന്നത്.